ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ ഡിഫോൾട്ട് എന്നുള്ള പ്രയോഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും ബൈ ഡിഫോൾട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ലാതെ വേറെ ഒന്നാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അതിൽ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. ബൈ ഡിഫോൾട്ടായിട്ട് കമ്പ്യൂട്ടറിൽ എന്താണുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്യണമെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. അത് നമ്മൾ സ്വയം ചെയ്യണം. ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്താണെന്നോ, നമ്മുടെ ഒരു വലിയ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തലച്ചോറില്ലേ, അതൊരിക്കലും ഒരു സന്തോഷത്തിനായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നല്ല. ബൈ ഡിഫോൾട്ട് ബ്രെയിൻ ഹാസ് എ നെഗറ്റിവിറ്റി ബയസ്. അപ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള ഒരു പ്രീസെറ്റ് സന്തോഷത്തിൻ്റേതല്ല, നെഗറ്റിവിറ്റിയുടേതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതെന്നറിയാമോ? ജീവിതത്തിൽ സന്തോഷത്തേക്കാൾ പ്രധാനം ജീവനോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വലിയ അസുഖങ്ങളൊക്കെ വരില്ലേ, ട്രീറ്റ്മെൻറ്റൊക്കെ വലിയ വിഷമമുള്ളതായിരിക്കാം. പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാകും. കാരണം ജീവൻ എന്നുള്ളത് നമുക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. അപ്പോൾ ജീവൻ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളിൽ ഒന്നാണ് ഈ നെഗറ്റിവിറ്റി ബയസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള അപകടങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയണം. അപ്പോൾ തിരിച്ചറിയുമ്പോൾ നെഗറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില മാനസിക ഭാവങ്ങൾ, പേടി, ഉത്കണ്ഠ, സ്ട്രെസ്, ഇതൊക്കെ നമ്മളിലുണ്ടാവും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ആ സിറ്റുവേഷനെ തരണം ചെയ്യാൻ നമ്മൾ റെഡിയാവും. അതേസമയം പേടിയും സ്ട്രെസ്സും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഈ നെഗറ്റിവിറ്റി ബയസ് നമ്മുടെ സന്തോഷമൊക്കെ ഇല്ലാതാക്കി കളയും. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്താണെന്നോ, ഈ നെഗറ്റിവിറ്റി ബയസ് ഒരു വശത്ത്, പക്ഷേ നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹം. നെഗറ്റിവിറ്റി ബയസിൻ്റെ വേറൊരു റിസൾട്ടാണ് മടി. കാരണം നമുക്കറിയാം, നമ്മൾ പോസിറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ എനർജറ്റിക് ആകുന്നത്. എനർജറ്റിക് ആകുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മടി. മടി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, സോഷ്യൽ ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കൂലേ. ഉത്സാഹമുള്ളവരെയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് മടിയുണ്ടെങ്കിലും മടിയുള്ളവരെ നമുക്കധികം ഇഷ്ടമല്ല അല്ലേ. നമുക്കൊരാളുടെ സഹായം ആവശ്യമാണെങ്കിൽ മടിയില്ലാത്ത ആളുകളെ വിളിക്കാനാണ് നമുക്ക് താല്പര്യം. അപ്പോൾ സോഷ്യൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ നമ്മുടെ വലിയൊരു ശത്രുവാണ് മടി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മടി മാറ്റാനുള്ള സിമ്പിളായിട്ടുള്ള വഴികളാണ്. ഒന്നാമത്തെ കാര്യം, ഈ മടി നമ്മളെ ഏറ്റവും കൂടുതൽ പിടികൂടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലാണ്. രാവിലെ നമ്മൾ ഉണരും, പക്ഷേ കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്നുള്ളത് എത്ര മടിയുള്ള കാര്യമാണല്ലേ. നമ്മൾ മിക്കവാറും ഉണരാനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും, അലാറം വരെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അലാറം അടിക്കുമ്പോൾ ആദ്യം വരുന്നൊരു ചിന്ത എന്താ? ഇപ്പം എഴുന്നേൽക്കണ്ട, പിന്നീടാവാം. നമ്മളെ മടിയന്മാരാക്കുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ചിന്ത അതാണ്. അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഉണരുമ്പോൾ എഴുന്നേൽക്കുക. അലാറം അടിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഉണരുമല്ലോ, എഴുന്നേൽക്കുക. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യണം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുക, കിടക്കയുടെ ചുളിവൊക്കെ ഒന്ന് നിവർത്തി വെക്കുക. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആരും ഇതൊന്നും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എൻ്റെ മക്കളെയും ഞാനിതൊന്നും പരിശീലിപ്പിച്ചില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എനർജറ്റിക് ആവും. പിന്നെ നമ്മൾ എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി പല്ല് തേച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മടി വിട്ടൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഉണരുമ്പോൾ എഴുന്നേൽക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാം കുഴഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടുമില്ല. നമുക്ക് തീർച്ചയായിട്ടും മടി തോന്നും. അതേസമയം എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മടി വരാൻ സാധ്യതയില്ല. മൂന്നാമത്തെ കാര്യം, ഇന്ന് പൊതുവെ മനുഷ്യർ അലസരാണെന്ന് പറയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളെ അലസന്മാരാക്കുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് ചുറ്റുമുള്ളത്. അതിലെ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് മാറരുത്. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ, നമ്മൾ വേഗം മൊബൈൽ എടുക്കുന്നു, പിന്നെ വിരലിങ്ങനെ ഓടിച്ച് കുറേ സമയമോടെ ചിലവഴിക്കുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത്, ഇതെല്ലാം നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് സമയം സെറ്റ് ചെയ്യാം. ഏത് സമയത്താണ് ഇത് നോക്കേണ്ടത്, എത്ര സമയം നോക്കണം, ഇത് നമ്മളെ മടിയന്മാരാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്മേലൊരു കൺട്രോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. നാലാമത്തെ കാര്യം, നമുക്കിങ്ങനെ മടി വരുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ടാവാം.
ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മടി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാനുള്ള അറിവില്ലാത്തത് കൊണ്ടാവാം. കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഉത്സാഹം തോന്നും. ഞാൻ അങ്ങനെ മടിയുള്ള ആളൊന്നുമല്ല, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നല്ല മടിയാണ് കേട്ടോ. അതിലൊരു കാര്യം എന്താണെന്നോ, വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല മടിയാണ്. അതിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതെങ്ങനെ സെറ്റ് ചെയ്യണം, ഏത് ആംഗിളിൽ വെച്ചാലാണ് ഇത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുക. എന്നെ അസിസ്റ്റ് ചെയ്യാൻ ആളുള്ളത് കൊണ്ട് ഞാനിതൊന്നും പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അസിസ്റ്റ് ചെയ്യാൻ ആളില്ലെങ്കിൽ എനിക്കിതെടുക്കാൻ വല്ലാത്ത മടി വരും. ഇതറിയാമെങ്കിൽ മടി വരില്ല. 5, മടിയുടെ ഒരു കാരണം എന്താണെന്നോ, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾക്ക് ഓവർ ബേർഡൻ ആവും. അപ്പോൾ നമുക്കത് ചെയ്യാൻ മടി വരും, കാര്യങ്ങൾ അവിടെ വെച്ച് നിന്ന് പോവും. വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടിട്ടില്ലേ? എല്ലാ ദിവസവും 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് അവർ ചിലപ്പോൾ 1 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കും, പിന്നെ ഇരട്ടിത്തടിയായിട്ട് തിരിച്ചു വരുന്നത് കാണാം. കാരണം എന്താണെന്നോ, അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മടിയാകും ഇത് ചെയ്യാൻ. ഇത്രയും സമയം എങ്ങനെ ചെയ്യാനാണ്. ഓവർ ബേർഡൻ ആകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല. അതേസമയം ക്ഷമാപൂർവം കുറച്ചായിട്ട് ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മടി കൂടാതെ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. ഇത് മാനേജ്മെൻറ്റിനകത്ത് പറയുന്ന വലിയൊരു ജാപ്പനീസ് ടെക്നിക്കാണ്. നമ്മൾ വലിയ ടാർഗറ്റ് ഇട്ട് ചിലപ്പോൾ ഓവർ ബേർഡൻഡ് ആവും, നമുക്ക് ചെയ്യാൻ മടി വരും. നമ്മൾ മനുഷ്യരല്ലേ. മടി മാറ്റാൻ നമ്മളെപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മേക്ക് യൂസ് ഓഫ് അവർ ബോഡി. ശരീരം ഉപയോഗിക്കുക. ശരീരം ഉപയോഗിക്കാത്തതാണ് മടിയുടെ ഒന്നാമത്തെ കാരണം. ശരീരം ഉപയോഗിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ ശരീരം ഉപയോഗിക്കില്ല. ബ്ലഡ് സർക്കുലേഷൻ കുറയും, നമുക്ക് ക്ഷീണം വരും, മടി തോന്നും. വായിക്കുന്നതിനെ കിടന്നുകൊണ്ട് വായിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുസ്തകമൊക്കെ മടക്കി വെക്കും. അതേസമയം നമ്മൾ മേശപ്പുറത്തിരുന്ന് ശരിയായിട്ടുള്ള ഒരു ബോഡി പോസ്ചറിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയാണെങ്കിൽ മടി വരില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റഡി ടൈം ഉണ്ട്. 7 മണിയാവുമ്പോൾ ടേബിളിൽ വന്നിരിക്കും. ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ തല മേശപ്പുറത്ത് വെച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കങ്ങനെ ഉറക്കം വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കും, മുഖമൊക്കെ ഒന്ന് കഴുകും, അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 തവണ നടന്നു വന്നിരിക്കുമ്പോൾ ഉറക്കം പമ്പ കിടന്നിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ വളരെ സിമ്പിളല്ലേ. മടി മാറാനുള്ള 7ാമത്തെ മാർഗം എന്താണെന്നോ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു റിസൾട്ടിനെ പറ്റി ചിന്തിച്ച് ആ റിസൾട്ടിലേക്ക് എത്താൻ ശ്രമിക്കണം. റിസൾട്ട് കിട്ടുമ്പോൾ ഡോപ്പമൈൻ എന്നുള്ള ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റഡ് ആവും. അതിനൊരു അഡിക്റ്റീവ് ടെൻഡൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവും. എൻ്റെ ബേസിക് സബ്ജക്റ്റ് മാത്സ് ആണ് കേട്ടോ. അപ്പോൾ മാത്സ് പഠിക്കുമ്പോൾ ഇങ്ങനെ ഹാപ്പി ആകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തൊരു ആൻസറിലേക്ക് എത്തുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ. നമ്മൾ ആലോചിച്ചൊരു ഉത്തരം കണ്ടെത്തി 2 വര അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വി ഫീൽ സോ ഹാപ്പി. അതിൻ്റെ പിന്നിൽ ഇതാണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. 8ാമത്തെ കാര്യം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഡെഡ് ലൈൻ വരുമ്പോൾ നമ്മളെല്ലാം മടി മാറ്റി ആ കാര്യം ചെയ്യും അല്ലേ. അതിൻ്റെ കാരണം ഇതാണ്, നമ്മളെല്ലാവരും ഏർജൻസി അഡിക്റ്റഡ് ആണ്. ഒരു കാര്യം ഏർജൻ്റായിട്ട് വരുമ്പോൾ നമ്മളത് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ഒരു ഏർജൻസി ഉണ്ടാക്കത്തക്ക രീതിയിൽ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണമെങ്കിൽ 2-3 പേരെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയേ മതിയാവും. അതുപോലെ തന്നെയാണ് ചില ഡെഡ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യൂലേ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ നമുക്ക് സ്വയം ചില ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക. ഒരു ഡയറി എടുത്തിട്ട് ദിസ് ഈസ് മൈ ഡെഡ് ലൈൻ. ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ശനിയാഴ്ചയാണ് വീഡിയോ ഇടുക. മകൻ എന്നോട് പറയും, എന്തിനാണ് ഈ ശനിയാഴ്ച എന്ന് പറയുന്നത്? ശനിയാഴ്ച എന്ന് പറയുന്നത് കൊണ്ടാണ് വെള്ളിയാഴ്ച ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും. ആ ദിവസം ഞാൻ അനൗൺസ് ചെയ്യണത് എന്നെ സംബന്ധിച്ച ഒരു ഏർജൻസി ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ മടി മാറ്റാൻ? ഈ മടി മാറ്റി കഴിഞ്ഞാലേ നമ്മളൊക്കെ വലിയ സംഭവങ്ങളായിട്ട് മാറും. അത് ഗ്യാരൻറ്റീഡാണ്. നെഗറ്റിവിറ്റി ബയസ് മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സ്. മൈൻഡ് പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റിവിറ്റി ബയസെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഗുണഫലം ഞാൻ ഒരുപാട് അനുഭവിച്ചതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്നവരെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് എന്നാണ്. അടുത്ത കോഴ്സ് ആരംഭിക്കുന്നത് ജൂൺ 25-ാം തീയതിയാണ്. ജൂൺ 25-ാം തീയതി തുടങ്ങി 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 8 തൊട്ട് 9 മണി വരെ ഓൺലൈനിലാണ് ഞാൻ ഈ കോഴ്സ് നടത്തുന്നത്. കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ 9386605198 ഈ നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വിടുക. പേര് പറയണം, ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതിനകത്ത് എഴുതിയിരിക്കണം. ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. അടുത്ത ശനിയാഴ്ച
ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്